അപ്പോഴാണ് നമ്മുടെ ടാഗ്ലൈൻ വരുന്നത്. ഇനിയൊരു മലയാളി പെൺകുട്ടിക്കും ഇത് സംഭവിക്കരുത്. മുടി കൊഴിച്ചിലിന് കേശ ഹെയർ കെയർ ഓയിൽ. താങ്ക് യു സർ. ഗുഡ്. ബാക്കിയുള്ള പേയ്മെന്റ്സ് ഫ്രാൻസേ ടീച്ചർ വരേണ്ടത് വേഗം വായിച്ചോ. Sit down. What is it, France? ടീച്ചറെ ഫ്രാൻസ് ബോർഡിൽ വൃത്തികേടൊക്കെ എഴുതി വെച്ചായിരുന്നു. France? What is this? ഇത് ബാഡ് വേർഡ്സ് അല്ല. പിന്നെ? Right? Show me. What did you write? Show me. ആൽഫബറ്റ്സ് പോലും എഴുതാൻ അറിയാത്ത ആള് പിന്നെ എന്ത് എഴുതാനാ ബോർഡിൽ? നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചിരുന്നത്? ഇതാണോ ഫ്രാൻസ് വേർഡ്? കുറേ ആൽഫബറ്റ്സ് ബോർഡിൽ എഴുതി വെച്ച് അതിനെ വേർഡ് എന്ന് ആരും പറയില്ല. ഇനി പുതിയതായിട്ട് ഫ്രാൻസ് കണ്ടുപിടിച്ചാണോ ഇതൊക്കെ? അപ്പാപ്പൻ പഠിപ്പിച്ചു. അപ്പം പറഞ്ഞെന്ന വേർഡ് എന്തതിനെ വായിക്കുക? ഫ്ലോക്സിനോസിനിഹിലിഫിക്കേഷൻ. ഇതൊരു വേർഡാന്നല്ലേ പറയണേ? ഒന്നും കൂടി എഴുതി കാണിച്ചു തരൂ. അപ്പം പഠിപ്പിച്ചെന്ന വേർഡ് ഓർമ്മയുണ്ടോന്നൊന്ന് നോക്കട്ടെ. ടീച്ചറിനെ കളിയാക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഈ വേർഡ് അപ്പം പഠിപ്പിച്ചെന്താ അല്ലേ? ഇതിനെന്താ വായിക്കാന്നാ പറഞ്ഞേ? ഫ്ലോക്സിനോസിനിഹിലിഫിക്കേഷൻ. ഓക്കെ ഗോ സെറ്റ്. നമുക്ക് സ്മൈല് പഠിക്കാം. ഫ്രാൻസിന് ഇപ്പം നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഹി ഹാസ് ബിക്കം റിയലി സ്മാർട്ട് നൗ. എന്തായാലും സ്റ്റുഡൻസിന് സ്പെൽസിക് കോമ്പറ്റീഷൻ ഉണ്ട്. 15-നാണ്. പേരൻസ് കൊണ്ടുപോകണം. കുട്ടിയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പ സ്പെൽസി പ്രോഗ്രാമിന് അമ്മേനെ വിളിച്ചാലോ? അമ്മ വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ. ടീച്ചറെ, നീ ഈ സാധനങ്ങൾ എടുത്തോണ്ട് പോകാത്ത എന്താ? ഞങ്ങളുടനെ മാറ്റാൻ ടീച്ചറെ. ഇവിടെ എത്ര പേരാ വാടകയ്ക്ക് ചോദിച്ചു വരുന്നതെന്നറിയാവോ? കാര്യം പറഞ്ഞേക്കാം, 2 ദിവസത്തിനകം സാധനം എടുത്തോണ്ട് പോക്കണം. അത് ടീച്ചറെ വേഗം മാറ്റിക്കോളാം ഞാൻ. അല്ലേ ഞാനെടുത്ത് വലിച്ചെറിഞ്ഞ് ദൂരെ കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശരി. നിങ്ങളെ വിളിപ്പിച്ചെന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുട്ടീനെ അമ്മ നോക്കുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. വക്കീലെ, അവളുടെ കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവരുടെ വക്കീലാണെങ്കിൽ ഒരു കേസ് 4-5 കേസാക്കി മാറ്റുന്ന വക്കീല. വക്കീലെ, നമ്മൾ തോൽക്കൊന്ന് പേടിച്ചിട്ടാണ്. താൻ വായിച്ചാണല്ലോ പെറ്റീഷനിൽ എന്തെല്ലാം നുണകളാണ് നിങ്ങളെ പറ്റി എഴുതി വെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മളും കുറെ നുണകൾ എഴുതി കൊടുക്കേണ്ടി വരും. അപ്പം എന്തുണ്ടാവും? ഈ കുട്ടി അത് മുഴുവൻ വായിച്ചു പിടിക്കും, മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കുമ്പോൾ എന്തുണ്ടാവണു? നിങ്ങളെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ വിശ്വസിക്കുകയോ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഭാര്യയെ പറ്റിയ കുറ്റങ്ങളാണ് ഞാൻ എഴുതാൻ പോണത്. ആക്ഷേപത്തിൽ മനസ്സിലായല്ലോ. അപ്പോൾ കുട്ടിയുടെ ഭാവി നന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയാവുന്നതും കുട്ടീനെ അവളുടെ കസേരയിൽ കൊടുക്കുക. എന്നിട്ട് ഫൈനാൻഷ്യലി ആയിട്ട് നിങ്ങൾ സ്റ്റെബിലിറ്റി ആവുമല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ കുട്ടീനെ കൊണ്ടുവന്ന് നോക്കിക്കോളൂ. അപ്പോഴേക്കും ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറൊക്കെ മാറും. സംഭവം ഉഷാറായിട്ടാ. നല്ല പരസ്യം, നല്ല കച്ചവടം. നമ്മുടെ പിള്ളേര് കൊള്ളാട്ടാ. പിള്ളേർക്ക് കളിക്കാനറിയാം, പക്ഷെ ഗ്രൗണ്ടില്ല.
ഏയ് പിള്ളേര് നന്നായി കളിച്ചൂട്ടാ. ഗ്രൗണ്ട് എൻ്റെ നെഞ്ചത്താന്ന് മാത്രം. ജോസേട്ടന് ഈ കളിയിൽ എന്താ മെച്ചം? പറ ജോസേട്ടാ. മനസ്സിലായില്ല. ഈയപ്പനും ഇല്ല, അങ്ങനെ ഒരു എണ്ണ കമ്പനി ഇല്ല. പിള്ളേര് നൈസായിട്ട് പണി തന്നു. സംഭവം ക്യാഷ് ഡീലിംഗ് ആയത് കാരണം ലീഗലായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ജോസേട്ടൻ പോയിക്കോ. പോയിക്കോ ജോസേട്ടാ. ജോസേട്ടാ, ഇതുപോലത്തെ കുരിശൊക്കെ ഉണ്ടെങ്കിൽ തന്നോട്ടാ. ഗ്രൗണ്ട് റെഡിയാ. ആ ജോസേട്ടാ ഇരിക്കി. നീ എന്നെ ഇരുത്തണ്ട. ഞാൻ കുറെ ഇരുന്നതല്ലേ. എനിക്ക് ഇത്രയും വയസ്സായി. ഞാൻ ഇതുവരെ നന്നായിട്ടില്ല. പക്ഷെ എനിക്കൊരു ചീത്തപ്പേരില്ല. അല്ല എന്താ ജോസേട്ടാ പ്രശ്നം? നിനക്കൊന്നും അറിയില്ല അല്ലേ? നീ എന്താടാ വിചാരിച്ചത്? വല്ലവര് പറ്റിച്ച് തിന്നാന്നോ? ജോസേട്ടാ വേണ്ട. 50 ലക്ഷം രൂപയും കൊണ്ട് തൃശ്ശൂർ അങ്ങാടിയിൽ നീ സമാധാനമായിട്ട് ജീവിക്കണത് എനിക്കൊന്ന് കാണണം. മോനെ വാ. സാധാരണ അമ്മമാരും മക്കളോട് പറയും അപ്പനെ കണ്ടുപഠിക്കാൻ. മോനെ, നീ നിന്റെ അപ്പനെ കണ്ടുപഠിക്കണ്ട. കണ്ണി കണ്ടവന്റെ കാശ് പറ്റിച്ച് ആളായി നടക്കണ നിന്റെ അപ്പൻ ഒരു കള്ളനാ. ഈ അപ്പനെ കണ്ടുപഠിച്ച മോനും ഒരു കള്ളനാവും. അങ്ങനൊന്നും ജോസേട്ടാ. ഹലോ എന്താ നീ എവിടെ? ഹലോ ആൻസർ. എടാ ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. എടാ ഇതൊന്നും ഒരാളും അറിയാൻ പോണില്ല. ഇത് നമ്മൾ രണ്ടാൾക്കും ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. എന്നാ നീ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കും, ഞാൻ പൈസ അയച്ചു തരാം. അതിന്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട. ഹലോ ഹലോ ആൻസർ. ഹലോ പൈസ